അമേരിക്കയുടെ മുഖ്യ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇരുമ്പ്, ചെമ്പ്, സ്റ്റീൽ, മരുന്നുകൾ, ടെലികോം ഉപകരണങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, വസ്ത്രം തുടങ്ങിയവയാണ് അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങൾ. നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങളുടെയും ആകെ കയറ്റുമതിയുടെ എത്ര ശതമാനമാണ് അമേരിക്കയിലേക്ക് എത്തുന്നത് നമുക്ക് വിശദമായി നോക്കാം. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ആകെ കയറ്റുമതിയുടെ 35% അമേരിക്കയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് ഉപകരണ കയറ്റുമതിയെ പകരച്ചുങ്കം പ്രതികൂലമായി തന്നെ ബാധിക്കും. അതോടൊപ്പം രത്നങ്ങൾ, സ്വർണ്ണ ഉൽപ്പന്നങ്ങൾ ആകെ കയറ്റുമതിയുടെ 40% അമേരിക്കയിലേക്കാണ്. ആഭരണ കയറ്റുമതിയിൽ ഇന്ത്യയുടെ വലിയ വിപണിയാണ് അമേരിക്ക. ഈ മേഖലയുടെ വിദേശ വരുമാനത്തിന്റെ 25%-ലധികവും US-ൽ നിന്നാണ്. പുതിയ താരിഫ് നയം ഇന്ത്യയിലെ ആഭരണ വ്യവസായത്തെ കടുത്ത പ്രതിസന്ധിയിലേക്ക് നയിക്കും. അതോടൊപ്പം മരുന്നുൽപ്പന്നങ്ങൾ ആകെ കയറ്റുമതിയുടെ 54.5% അമേരിക്കയിലേക്കാണ്. ഇന്ത്യയുടെ മൊത്തം മരുന്ന് കയറ്റുമതിയിൽ പകുതിയോളവും US-ലേക്കാണ്. ശരാശരി കണക്ക് നമ്മൾ പരിശോധിച്ചാൽ തന്നെ 70,000 കോടിയുടെ മരുന്ന് കയറ്റുമതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ തീരുവ പ്രഖ്യാപനം മരുന്നുൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് വലിയ ക്ഷീണമുണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടെക്സ്റ്റൈൽസ് ആകെ കയറ്റുമതിയുടെ 51.3% അമേരിക്കയിലേക്കാണ്. ട്രംപിന്റെ താരിഫ് കാരണം പ്രതിസന്ധിയിലാകുന്നവയിൽ ഈ വസ്ത്ര വ്യാപാര മേഖല കൂടിയുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിലെ കണക്ക് മാത്രം നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യ ഏകദേശം $10.8 ബില്യൺ വസ്ത്രങ്ങളാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തത്. ഇത് ഇന്ത്യയുടെ മൊത്ത ടെക്സ്റ്റൈൽ കയറ്റുമതിയുടെ തന്നെ 28%. അധിക താരിഫ് ഇന്ത്യൻ വസ്ത്ര വ്യാപാരികൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി അടുത്തതായി വരുന്നത് ഫർണിച്ചർ കിടക്കകൾ ആകെ കയറ്റുമതിയുടെ 54.8% അമേരിക്കയിലേക്കാണ്. ഫർണിച്ചർ കിടക്ക നിർമ്മാണ ഘടകങ്ങളുടെ മേഖലയിലും വലിയ തിരിച്ചടി നേരിടും. എന്തു തന്നെയായാലും ട്രംപിന്റെ പുതിയ തീരുവ പ്രഖ്യാപനം കയറ്റുമതി മേഖലയിലെ വളർച്ചയെ മുരടിപ്പിക്കും എന്ന് മാത്രമല്ല മേഖലയിൽ ഇടിവ് സംഭവിക്കാനും സാധ്യതയുണ്ട്.